ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് ചെറി പ്ലക്കിങ്ങിന് വന്നിരിക്കുകയാണ്. ചെറി എന്ന് പറയുമ്പോൾ പണ്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇല്ലം ഉണ്ടായിരുന്നു. അവിടെ ഒരു ചെറി പ്ലാന്റ് ഉണ്ടായിരുന്നു. ചെറി ട്രീ അല്ല, ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിലാണ് ചെറി പിടിക്കുക എന്നാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ ചെറി. ആ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചത് ചെറി എന്ന് പറയുമ്പോൾ ഈ ഐസ്ക്രീമിൻ്റെയോ അല്ലെങ്കിൽ കേക്കിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ചെറി ഉണ്ടല്ലോ, ആ ചെറി എന്നാണ് ശരിക്കും ചെറി. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി ഈ ചെറി എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ആപ്പിളൊക്കെ പോലെ സീസൺ ടൈമിൽ പിടിക്കുന്ന നല്ലൊരു ഫ്രൂട്ടാണ്. നാട്ടിലൊന്നും അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഈ കേക്കിൻ്റെ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഒക്കെ മുകളിലൊരു ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുന്ന ചെറി ഉണ്ടല്ലോ, അതൊരു ക്രാൻബെറി ടൈപ്പിൽ വരുന്നൊരു ബെറി ഐറ്റത്തിനെ ഷുഗർ സിറപ്പിൽ മുക്കി വെക്കുന്നതാണ്. പക്ഷേ റിയൽ ചെറി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഹുക്കേ പാക്ക് എന്നുള്ള സ്ഥലത്തുള്ള ഒരു ഫാമിലേക്കാണ്. അവിടെ നമുക്ക് പൈസ എൻട്രി ഫീസ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നമുക്ക് ആവശ്യത്തിന് വേണ്ടത് നമുക്ക് അവിടെ നിന്ന് പറിച്ച് തിന്നാം. പിന്നെ നമുക്ക് വേണ്ടതൊക്കെ അവിടെ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുവരാം, പൈസ കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്യാം. വെറുതെ കഴിക്കാൻ പറ്റില്ല, കഴിക്കുമ്പോൾ ഇത്ര പൈസയ്ക്ക് ഇത്ര എണ്ണം കഴിക്കാം, അങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫ്രഷ് ചെറീസ് എടുത്ത് പറിച്ച് തിന്നാം അങ്ങനെ. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു ഫാമേഴ്സിൻ്റെയൊക്കെ ഒരു ഏരിയ പോലത്തെ ഒരു സ്ഥലമാണിത്, ഒരു വില്ലേജ് ഏരിയ ആണ്. മൊത്തത്തിൽ ഇവിടെ എന്താ പശു വളർത്തുന്നതും പിന്നെ കോഴീനെ വളർത്തുന്നത് അങ്ങനെയുള്ളതൊക്കെ, പിന്നെ കൃഷിയൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലം, ഭയങ്കര കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ബിൽഡിങ്ങൊക്കെ വളരെ പഴയതാണ്. ഇവിടെയൊക്കെ കണ്ടാൽ മനസ്സിലാകും, വളരെ പഴയ ബിൽഡിങ്ങാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഭയങ്കര നീറ്റായിട്ടാട്ടോ ഇവർ സൂക്ഷിക്കുന്നത്. പഴയതാണെങ്കിലും ഭയങ്കര ക്ലീനാണ് ഇവിടെ. അങ്ങനെ അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ലൊരു ഗ്രാമാന്തരീക്ഷമാണ്. ഇവിടെ നോക്കും, ഇവിടെ ഫുൾ പശുക്കളാണ്. നമുക്ക് ഫ്രഷ് പാല് വേണമെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങിക്കാം. നമുക്ക് കുട്ടികൾക്കൊക്കെ പശുവിനെ തൊടാനും അല്ലെങ്കിൽ പശുവിനെ കുറിച്ചൊക്കെ കാണാനൊക്കെ, അല്ല ടൗണിലൊക്കെ നിൽക്കുമ്പോൾ നമുക്കിതിനെ കാണാനില്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഇത് കുട്ടികൾക്കുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ. കാണിക്കാം. ഇവിടെ നമുക്ക് ഫ്രഷ് പാല്, ഫ്രഷ് മുട്ടയൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇത് കുറച്ച് ദൂരെയാണ്, എനിക്കൊന്ന് 10-15 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നിന്നും. പക്ഷേ ഇവിടെ വന്ന് ചില ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഫ്രഷ് മുട്ടയൊക്കെ, ഓർഗാനിക് മുട്ടയും ഓർഗാനിക് പാലൊക്കെ ഇങ്ങനെ വേണമെങ്കിൽ വാങ്ങിക്കാറുണ്ട് ഇവിടെ. എൻട്രൻസിൽ തന്നെ കുക്കുംബറാണുള്ളത്. അത് കഴിഞ്ഞ് കാർട്ടോഫല്, ഇതെവിടെ ഇത് ഫുള്ള് കുക്കുംബറാണ് കേട്ടോ. നമ്മുടെ മെയിൻ ഉദ്ദേശം ഇപ്പോൾ ചെറി പറിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇതുവരെ ചെറി പറിക്കാൻ വരുമ്പോഴൊന്നും ചെറി ഉണ്ടായിട്ടില്ല. ചെറിയ ഒരു പ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് വന്ന ടൈമിലും കിട്ടിയിട്ടില്ല. ഇവിടെ വരുമ്പോഴേക്കും അത് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എന്താ നമുക്ക് ചെറുതുപോലും ഇങ്ങനെ പറിച്ച് തിന്നാം നമുക്ക് ഇവിടുന്ന്. വീട്ടിൽ നിന്നെല്ലാകുമ്പോൾ നമ്മൾ വലുതാകുമ്പോൾ വരെ വെക്കുമല്ലോ. ഇതാണ് ഹിംബറി, റാസ്ബെറി. ഇതുപോലെയുള്ള കുറേ റോസ് ഉണ്ട്, ഞാൻ കാണിക്കാത്ത. ഈ ഏരിയ മൊത്തമായിട്ട് ഇങ്ങോട്ട് ഇത്രയും ഭാഗം മൊത്തം റാസ്ബെറീസാണ്. വന്ന് വെറുതെ ആയിട്ടില്ല, നമ്മൾ കണ്ടിട്ടുണ്ട് ചെറി. എനിക്കിത് ഡയറക്റ്റ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നത് സ്പെയിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നൊക്കെയുള്ള ചെറീസായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാനിത് കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതാ സോർ കൃഷനാണ്, സോർ ചെറിയാണ്. ഭയങ്കര പുളിയാണിത്. ഇതെവിടെയുള്ള ഈ ഡാർക്ക് കളർ ചെറീസ് ഉണ്ടല്ലോ, ഇവിടെ ഇതാണ് ശരിക്കും സ്വീറ്റ് ചെറീസ്. ഈ കളർ, മറ്റത് ഒരു ലൈറ്റ് കളറാണ്, ഇതൊരു ഡാർക്ക് കളറാണ് വരുന്നത്. ഇത് ഭയങ്കര മധുരമാണിത്. ബോക്സിൽ ഇതാണ് ചെറി കണ്ട. ഇതിന് നിറയെ ഉണ്ട് ഇപ്പോൾ. ഇതിന് സത്യം പറഞ്ഞാൽ ഒരുപാട് ചെറീസ് ഉണ്ട്. ഇതാ
ഇതിപ്പോൾ ഇവിടുന്ന് വേണമെങ്കിലും പറിക്കാം. ഇതുപോലത്തെ എനിക്കൊന്ന് ഇതുപോലെ റോ ആയിട്ട് 1 2 3 4 റോ മറ്റും ഉണ്ട് ഇവിടെ. ഇങ്ങോട്ട് ഇതാ ഇത്രയും ചെറികൾ ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണം അപ്പുറത്ത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എത്ര വേണമെങ്കിലും തിന്നാം. ഇങ്ങോട്ട് കാണിക്കാറ് ഉണ്ടോ? കാണുന്നുണ്ടോ? വേറെ സ്ഥലത്തേക്ക് കാണിക്കുമ്പോ ഫുള്ള് കാണിക്കുന്നുണ്ട്. ഇല്ല നിറച്ചും ചെറിയ കാണിക്കുന്നുണ്ട്. ഫുള്ള് ചെറിയ ഇല്ലതെല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ ഫുൾ ചെറിയാണ് കഴിച്ചു പറ. ഇവിടെ ഫുൾ ചെറിയാണ് കഴിച്ചു അല്ലേടാ? ചെറിയ കാണുന്നില്ല വീടാ. പേഴ്സുണ്ടാ ഇത് സബജില്ല ഒന്ന് നോക്കാമല്ലോ. ഇങ്ങോട്ടാണെങ്കിൽ ഇതിപ്പോൾ നമ്മൾ പഴുക്കാത്തത്. ഇത്രയും ചെറിയ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. തണ്ടോടുകൂടി കളക്ട് ചെയ്തതാണ്. കാരണം ഇത് അതിൻ്റെ മുകളിലത്തെ ഭാഗം കട്ട് ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് മോശമായാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതുണ്ടോ ചെറിയ കുക്കുമ്പറൊക്കെ നമുക്ക് ഇവിടുന്ന് പറിക്കാൻ പറ്റും. നമുക്ക് സാധാരണ ഇപ്പോൾ ലിഡിൽ പോലുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടുന്നത് എക്സ്പോർട്ടഡ് ആയിരിക്കും. പക്ഷേ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ഈ കുക്കുമ്പോസ് ഭയങ്കര ടേസ്റ്റാണ്. നാട്ടിലത്തെ പോലെ ഫ്രഷ്. നാട്ടിലൊക്കെ പണ്ട് ഇത്ര ചെറിയ പീസൊന്നും തന്നെ അമ്മ പറിക്കാൻ വിടാറുണ്ടായിരുന്നില്ല. കാരണം ഇത് കുറച്ച് വലുതാവട്ടെ എന്നുകൊണ്ട് വെക്കും നമ്മൾ. പക്ഷേ ഇവിടുന്ന് നമുക്ക് തോന്നുന്ന പോലെ പറിക്കാം. അതാണ് ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ്. അത് നമ്മൾ ഇത്രയും കുക്കുമ്പറും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബില്ലാക്കാൻ വേണ്ടി പോവാണ് നമ്മളിത്. ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ഓൾറെഡി പിക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാക്കിയ ലോക്കൽ ഇവിടുത്തെ മുട്ടയുടെ പാസ്ത വെറൈറ്റീസ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഇവിടെ തേൻ, ജാമുകൾ, ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ അങ്ങനെ എല്ലാ വെറൈറ്റീസും ഇവിടെയുള്ള ഷോപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങളിതൊക്കെ ബില്ലാക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ ഗ്രില്ലിങ് ഏരിയയൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ വന്ന് ആൾക്കാർക്ക് ഗ്രില്ലിങ് സാധനമൊക്കെ വാങ്ങിച്ച് ഗ്രില്ല് ചെയ്യാം. അതേപോലെ തന്നെ ഗ്രില്ലിങ് ഏരിയയൊക്കെ ഉണ്ട്. അവിടെ വന്ന് ഗ്രില്ല് ചെയ്യാം. അതുകൂടാതെ പിക്നിക്ക് പോലെയും നടത്താൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് ആ കാണുന്നത്. അവിടത്തേക്ക് എൻട്രി ഫീസ് €4 ആണ് പെർ പേഴ്സൺ. അതുകൂടാതെ ഗ്രില്ലിൻ്റെ ഐറ്റം വേണമെങ്കിൽ €15 എക്സ്ട്രാ കൊടുക്കണം. അങ്ങനെ ഇതിൻ്റെ പുറത്തായിട്ടാണ് വരുന്നത്. ഈ ഹുക്കെ പാക്കിംഗ് ഫാമിൻ്റെ പുറത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം. ഇതുവരെ ആരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ബൈ.